ടോർച്ച് വിക്ഷേപിക്കാനൊരുങ്ങുകയാണ് നാസ. ലൂണാർ ഫ്ലാഷ് ലൈറ്റ് എന്നു പേരുള്ള ദൌത്യത്തിൽ ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവ പ്രദേശത്തുള്ള ജലം കണ്ടെത്താനാണ് ഏജൻസി ലക്ഷ്യമിടുന്നത്. ചന്ദ്രന്റെ തെക്കൻ ധ്രുവമേഖലയിലെ പടുകുഴികളിൽ ജലസാന്നിധ്യമുണ്ടെന്ന് നാസയ്ക്ക് ഉറപ്പാണ്. ഭാവിയിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് മനുഷ്യദൌത്യങ്ങൾ ഉൾപ്പെടെയും ഏജൻസിയുടെ പദ്ധതിയിലുണ്ട്. എന്നാൽ ഇതിന് സ്ഥിരീകരണം ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റ് വിടാൻ ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ബ്രീഫ് കേസിന്റെ അത്ര മാത്രം വലിപ്പമുള്ള ചെറു ഉപഗ്രഹമാണ് ഫ്ലാഷ് ലൈറ്റ്. ഈ മാസം 22-ന് ദൌത്യം വിക്ഷേപിക്കാനാണ് നാസയുടെ തീരുമാനം. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാകും വിക്ഷേപണത്തിനായി ഉപയോഗിക്കുക. ഈ ഉപഗ്രഹത്തിലുള്ള ലേസർ റിഫ്ലക്ടോമീറ്ററാണ് ജലസാന്നിധ്യം കണ്ടെത്തുക. ഈ ഉപകരണം 4 ലേസർ രശ്മികളെ ഇങ്ങോട്ടേക്ക് അടിക്കും. തിരിച്ചുള്ള പ്രതിഫലനം വിലയിരുത്തിയാണ് ജലാംശമുണ്ടോ എന്ന് കണ്ടെത്താനാകുക. ചന്ദ്രനിലെ പാറകളും മറ്റും ലേസർ രശ്മികളെ തിരിച്ച് പ്രതിഫലിപ്പിക്കും. എന്നാൽ വെള്ളം ഈ ലേസർ രശ്മികളെ തിരിച്ച് പ്രതിഫലിപ്പിക്കുകയില്ല. ഇത്തരത്തിൽ പ്രതിഫലിച്ച് കിട്ടുന്ന പ്രകാശം വിലയിരുത്തി അവിടെ വെള്ളമുണ്ടോ എന്ന സാധ്യത വിലയിരുത്താൻ സാധിക്കും. മാത്രവുമല്ല, എത്രത്തോളം വെള്ളം അവിടെയുണ്ടെന്നും കണക്കാക്കാൻ ഇതുവഴി സാധിക്കും. വിക്ഷേപണത്തിനു ശേഷം 2 മാസ കാലയളവിനുള്ളിൽ 10 തവണയെങ്കിലും ലൂണാർ ഫ്ലാഷ് ലൈറ്റ് ചന്ദ്രന്റെ തെക്കൻ പടുകുഴികൾക്ക് മുകളിലൂടെ പോകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിനുശേഷവും ഇന്ധനം ബാക്കി വന്നാൽ കൂടുതൽ തവണ പോകും. വെള്ളത്തിന്റെ സാന്നിധ്യം അളക്കുന്നതിനു പുറമെ വാട്ടർ ഐസിന്റെ സാന്നിധ്യവും ഉപഗ്രഹം അളക്കും. സാധാരണഗതിയിൽ ഹൈഡ്രസീൻ തുടങ്ങി അല്പം പരിസ്ഥിതി ആഘാതമുള്ള ഇന്ധനങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ലൂണാർ ഫ്ലാഷ് ലൈറ്റിൽ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ ഹരിത ഇന്ധനമാകും ഉപയോഗിക്കുക എന്നും നാസ അറിയിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ വെള്ളത്തിന്റെ രാസപരമായ തെളിവ് 1990-ലാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. എന്നാൽ ഇത് വെള്ളമാണോ എന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ദൌത്യമായ ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് 2008-ൽ സ്ഥിരീകരിച്ചത്. രാത്രിയിൽ ആകാശത്ത് തെളിയുന്ന ചന്ദ്രൻ എന്നും ഒരു കൗതുക കാഴ്ചയാണ്. ഇരുൾ നിറഞ്ഞ ആകാശത്തിൽ വെളിച്ചത്തിന്റെ കണികകൾ പാകി ഭൂമിയിലേക്ക് കണ്ണുനട്ടിരിപ്പാണ് ചന്ദ്രന്റെ പരിപാടി. ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പല ഗവേഷണങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. ഇപ്പോഴിതാ വളരുന്ന ചന്ദ്രക്കലയുടെ അതിമനോഹരമായ ഒരു ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 2022 സെപ്റ്റംബർ 30-ന് പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ തെക്കുപടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ 267 മൈൽ ഭ്രമണപഥത്തിൽ സൂര്യോദയ സമയത്ത് ഭ്രമണം ചെയ്യവെയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. ഭൂമിയിലെ ഈ കാഴ്ച വർണ്ണാഭമായ അന്തരീക്ഷത്തിന്റെ പാളികളിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ട് എത്തിക്കുന്നു എന്ന് നാസ വിശദീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.